75 ഹാർഡ് ഡേ 5. ഇന്നലെ രാത്രി ആകെ 5 hours ഉറങ്ങാൻ കിട്ടിയുള്ളൂ. അതുകൊണ്ട് നല്ല ടയേർഡായിട്ടോ വർക്കിലോട്ട് തന്നെ പോയേ. അതുകൊണ്ട് മോർണിംഗ് എഴുന്നേറ്റ് വർക്കിലോട്ട് നേരെ വിട്ടു. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ പാക്ക് ചെയ്ത് കയ്യിൽ പിടിച്ചു. അപ്പോൾ എത്തിയപ്പോൾ തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ ലഞ്ചും കൂടി കഴിച്ചു കഴിഞ്ഞപ്പോൾ ഒരു രക്ഷയുണ്ടായിരുന്നില്ല, മടിയായിട്ട് പാടുണ്ടായിരുന്നില്ല. പിന്നെ വെള്ളമൊക്കെ കുടിച്ച് നമ്മുടെ ഓർക്കൊക്കെ കളഞ്ഞ് എങ്ങനെയും തിരിച്ചു പോരാനിരുന്നപ്പോൾ എൻ്റെ പ്ലാൻസ് ഒക്കെ ഇങ്ങനെ ചാവാറായിരിക്കുന്നു. നോക്കിയപ്പോൾ ഇത് ഇവനാണ് പ്രശ്നക്കാരൻ. പിന്നെ അവിടെ ഇരുന്ന കുറച്ച് എത്തനോളൊക്കെ എടുത്ത് അത് ഡൈല്യൂട്ട് ചെയ്ത് അടിച്ചിട്ടുണ്ട്. പ്ലാന്റ് ചാവോ ബഗ് ചാവോ എന്നുള്ളത് നമുക്കിനി മണ്ടേ അറിയാം. അങ്ങനെ വർക്കും തീർത്ത് ഇറങ്ങിയപ്പോൾ ഇന്ന് ഫ്രൈഡേ ആണെന്ന് ഓർത്തപ്പോൾ ഒരു പ്രത്യേക സന്തോഷമായിരുന്നു. പക്ഷെ ഔട്ട്ഡോർ വർക്കൗട്ടിന് വേണ്ടിയുള്ള നടത്തവും കൂടെ ആയപ്പോൾ ഞാൻ ഇന്ന് കംപ്ലീറ്റ്ലി ടയേർഡായിട്ടോ. ഒരു ഫുൾ ആഴ്ചത്തെ ടയേർഡ്നെസ് ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ നല്ല ആക്റ്റീവ് ആയതുകൊണ്ട് ഞാനിപ്പോൾ പ്രോട്ടീൻ പൗഡർ ഇൻടേക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഫുഡും കൂടി അടിച്ച് ആ ഒരു മാറ്റ് കൊണ്ടുപോയി സോഫ കടന്ന് ഉറങ്ങാനാണ് എനിക്ക് തോന്നിയത്. പക്ഷെ അത് പറ്റത്തില്ലല്ലോ, നമ്മുടെ ഇൻഡോർ വർക്കൗട്ട് ചെയ്യണമല്ലോ. ഞാൻ ഇന്ന് യോഗയാണ് ചെയ്തത്. അപ്പോൾ യോഗയുടെ എല്ലാ ആസനങ്ങളും കഴിഞ്ഞ് നമ്മൾ സാധാരണ പോലെ ശവാസനം ചെയ്തു. പക്ഷെ ഞാൻ ചെറുതായിട്ടൊന്ന് ഉറങ്ങിപ്പോയി ഗൈസ്. ഐ വാസ് സോ ടയർഡ്. പിന്നെ ജോസഫ് എന്നെ എണീപ്പിച്ചപ്പോഴാണ് ഞാനത് അറിഞ്ഞത്. എന്നാലും നമ്മൾ എത്ര ടയർഡാണെങ്കിലും നമ്മുടെ ഇൻഡോർ വർക്കൗട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. പിന്നെ നമ്മുടെ ഹെൽത്തി മീൽ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ നമ്മളൊന്ന് ഫ്രഷപ്പ് ആയി. ആക്ച്വലി കല്യാണം കഴിഞ്ഞ പിന്നെ ഞാൻ ഇതുവരെ എൻ്റെ തല ഉണക്കിയിട്ടില്ല കേട്ടോ. അത് പിന്നെ ജോസഫ് ചെയ്തു തരും. അങ്ങനെ എല്ലാം കഴിഞ്ഞ് കോസിയായി ബുക്കൊക്കെ റീഡ് ചെയ്ത് ഞാൻ ഉറങ്ങാൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വീക്കെൻഡ്.